97-ലാണ് ഐസ്ക്രീം പാർലർ കേസ് നമ്മൾ കണ്ടത്. അതിൻ്റെ തീർപ്പിൻ്റെ ദിവസം കോടതി പരിസരത്ത് നടന്ന അതേപോലെ അത്രയും ഫാസിക്കലായിട്ടുള്ള അത് തന്നെ ഇന്നത്തെ കോടതി പരിസരത്തും ആ പ്രമിസിൽ നടന്നത് കണ്ടപ്പോൾ ഇത്തിരി പോലും നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ടില്ല എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു. ലഡു വിതരണം, ഗൂഢാലോചന, തിരിച്ചിട്ടിട്ടുള്ള ഗൂഢാലോചന, തനിക്കെതിരായിരുന്നു ഗൂഢാലോചന എന്നുള്ള പ്രസ്താവനകൾ, ഒന്നിനും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, അവരെങ്ങനെയാണ് ഈ ഓൾറെഡി ട്രോമാറ്റിക് ആയിട്ടുള്ള അതിജീവിതമാരോട് എങ്ങനെയാണോ പെരുമാറുന്നത്, അത് തന്നെയാണ് നമ്മളവിടെ കണ്ടത്. ഇത്തരം ആഘോഷങ്ങളും ഒന്നും പുതിയതല്ല, കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിലും നമുക്ക് ഏത് കേസിലാണ് മാതൃകാപരമായിട്ട് ഇത്തരം ആൾക്കാരെ ശിക്ഷിച്ചതായിട്ട് കേരളത്തിന് പറയാനുള്ളത്? കേരളത്തിന് അങ്ങനെ ഒന്നുമില്ല പറയാൻ. ഇതിലൊരു വ്യത്യാസം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. കാരണം മൊഴി മാറ്റി പറഞ്ഞ പരാതിക്കാരാണ് ഇതിനു മുമ്പെയുള്ള കേസുകളെങ്കിൽ മൊഴി മാറ്റി പറയാതെ നിന്ന ഒരു അതിജീവിത നമ്മളുടെ കൂടെ ഉണ്ട്. മീഡിയ മുഴുവൻ ഉണ്ടായിരുന്നു. സാമൂഹ്യ മനസാക്ഷി എന്ന് പറയുന്ന ഇത് മുഴുവൻ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ പ്രതീക്ഷയാണ് നൽകിയത്. പക്ഷേ എത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രതിയെങ്കിലും, പ്രതി എന്നല്ല, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ നേരെയെങ്കിലും കേരളക്കരയിൽ ഇന്നേ വരെ ഇത്തരം നടപടികൾ ഉണ്ടായിട്ടില്ല. ഇത് അതിൻ്റെ കൂടെ അതേ സീരീസിലെ അടുത്ത എപ്പിസോഡ് എന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ചൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇടക്കാലത്തൊക്കെ. പിന്നെ അല്ല എന്ന് ഇതിൻ്റെ നാൾ വഴി നോക്കിയാൽ നമുക്കറിയാം, ഈ അതിജീവിതയെ തോൽപ്പിക്കാൻ മത്സരിക്കുകയായിരുന്നു എല്ലാവരും, തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിൻ്റെ പര്യവസാനം സമ്പൂർണ്ണമായിട്ടുള്ള ഈ പറഞ്ഞ പറഞ്ഞു കേട്ടത് യഥാർത്ഥത്തിൽ ഇത് ഈ കോടതിയിൽ നിന്നുള്ള മോചനമെന്നാണ്. അപ്പീലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നോക്കൂ, ഫ്രാങ്കോ കേസിൽ സർക്കാർ അപ്പീൽ പോയത് തന്നെ എത്ര വൈകിയാണ്. ഇപ്പോഴും ആ കേസ് എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. സബ്ജക്റ്റ് കറക്ഷൻ. ഇനി അപ്പീൽ പോയാലോ അതിലും ഭയാനകമായൊരു ട്രോമാ കാലത്തിലൂടെ വിചാരണ കോടതികളിൽ രൂക്ഷമായ ചോദ്യങ്ങളിലൂടെ ഒക്കെ പോകേണ്ടി വരുന്ന പെൺകുട്ടിക്കാണ്. എളുപ്പമാണോ അപ്പീലും നീതി എന്നൊക്കെ പറയുന്നത്? നമുക്ക് പറയാം എന്നല്ലാതെ രീതി അപ്പീൽ പോകാം എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. പക്ഷെ ഇനിയും പോകേണ്ടത്, ഈ പോരാട്ടം തുടരേണ്ടത്, അതും ഒറ്റയ്ക്ക് തുടരേണ്ടത് അവൾ തന്നെ ആണല്ലോ എന്നുള്ളതാണ് അതിനെ കൂടുതൽ വിഷമസന്ധിയിലാക്കുന്നത്.